അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നസീം ഹിജാസിയുടെ മുഹമ്മദ് ബിൻ ഖാസിം എന്ന നോവലിൻ്റെ സുബഹ് കാ സിതാര എന്ന പോർഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞെത്തിയത് അവിടെ കൈലാസത്തിൻ്റെ അതിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ഉയരത്തിലുള്ള ഒരു പതാകയായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ രാജാവിൽ അടിയുറച്ച് വിശ്വസിക്കാനുണ്ടായിരുന്ന ഒരു പ്രേരകം. അത് പൊട്ടി താഴെ വീഴുകയുണ്ടായി. इस कलिस के मिस्मार होने और झंडे के गिरने से राजा के तोहम परस्त सिपाहियों के हौसला टूट गए. ഈ കൈലാസത്തിൽ മിസ്മാർ ഹോന പറഞ്ഞാൽ ബർബാദ് ഹോന, നശിച്ചുപോയ, അതിൽ പൊട്ടിപ്പോയ ആ കൊടി വീഴലോടുകൂടെ, ആ കൈലാസം നശിച്ചുപോയതോടുകൂടെ അതോടുകൂടെ ആ കൊടി താഴോട്ട് വീഴുന്നതോടുകൂടെ രാജാവിനെ ആരാധിക്കുന്നവരായ തോഹം പ്രസ്തർണ പൂജ കർണേവാല എന്ന പൂജ ചെയ്യുന്ന അഥവാ ആരാധിക്കുന്നതായ പട്ടാളക്കാരുടെ ഹൗസലെ ടൂട്ട്കെ, അവരുടെ ധൈര്യം പൊട്ടിപ്പോയി, ധൈര്യം മുറിഞ്ഞുപോയി, ധൈര്യം കെട്ടു. താഹം ഉन्होंने शाम तक मुसलमानों की फौज को क़लअ के क़रीब न भटकने दिया. എന്നിരുന്നാലും അവർ വൈകുന്നേരം വരെ മുസ്ലിമീങ്ങളുടെ സൈന്യത്തെ ആ ഒരു കോട്ടയുടെ അടുത്തേക്ക് വരാൻ അനുവദിച്ചില്ല. ഭട്ടക്ന പറഞ്ഞാൽ കരീബ് ആന എന്നാണ്. ഭട്ടക്ന കരീബ് ആന, അടുത്തേക്ക് വരിക. അപ്പോൾ കോട്ടയുടെ അടുത്തേക്ക് വരാൻ അനുവദിച്ചില്ല. ഷാം കെ ധന്ദിൽ കെ മേ ഫസീൽ കെ തേറന്താസോं की मुदाफ़अत कमज़ोर होने लगी. വൈകുന്നേരത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഫസീൽ കെ തേറന്താസോं की मुदाफ़अत कमज़ोर होने लगी. ആ ചുറ്റുമതിലുണ്ടായിരുന്ന അമ്പെയ്ത്തുകാരുടെ പ്രതിരോധം അത് ക്ഷയിക്കാൻ തുടങ്ങി. മുഹമ്മദ് ബിൻ ഖാസിം एक फ़ैसला कुन हमले का हुक्म दिया. ഒരു മുഹമ്മദ് ബിൻ ഖാസിം തീരുമാനിച്ചുറച്ച് ഒരു പ്രിപ്പയർഡായിക്കൊണ്ട് ഒരു യുദ്ധത്തിന് തന്നെ, ഒരു അക്രമത്തിന് തന്നെ ഒരുങ്ങി. അതിന് ഉത്തരവിടുകയും ചെയ്തു. ഹംലെ കാ ഹുക്കം ദിയ, അക്രമത്തിന് ഉത്തരവിട്ടു. और उसके सिपाही अल्लाहु अकबर के नारे लगाते हुए दब्बाबों, सीढ़ियों और गुमंदों की मदद से क़लअ की दीवारों पर चढ़ने लगे. അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ പട്ടാളം അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യവുമായി ദബ്ബാബോ, നുഴഞ്ഞുകയറ്റക്കാരും, അതുപോലെ ലഗാത്തെ ഹുയെ ദബ്ബാബോ, നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും, സീഡിയും, അതുപോലെ കോണിയും, കുമന്തോ, കോണിയുടെ മറ്റൊരു തരത്തിലുള്ള കോണിയാണ് കുമന്ത് എന്ന് പറഞ്ഞാൽ. കുമന്തോ കി മദദ് സെ, കോണി, ഏണി വക നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സഹായത്താൽ കലയ്ക്ക് ദീവാറോം पर ചढ़ने लगे, ആ കോട്ടയുടെ വാതിൽക്കലേക്ക് കയറി തുടങ്ങി. രാജാ കി ഫൗജ് നെ രാത് കെ തീസരെ പെഹരെ തക് മുക്കാബല കിയ. രാജാവിൻ്റെ സൈന്യം രാത്രിയുടെ അവസാന മൂന്നാമത്തെ ഭാഗം അഥവാ ഒരു 2 മണി മുതൽ വരെയുള്ള ആ ഒരു സമയം, അർദ്ധരാത്രിയും കഴിഞ്ഞ് അത്രയും നേരം അവർ രാജാവിൻ്റെ സൈന്യം എതിരിടുകയും ചെയ്തു. ലേക്കിൻ ഇത്തിനി ദേർമേ, പക്ഷേ ഇത്രയും സമയത്തിനിടയിൽ മുസൽമാനോं की फौज के सैकड़ों सिपाही, മുസ്ലിം സൈന്യത്തിൻ്റെ നൂറുകണക്കിന് പട്ടാളക്കാർ ഫസീൽ पर चढ़ चुके थे, ആ ചുറ്റുമതിൽ കയറി കഴിഞ്ഞിരുന്നു. और मिंजनी की संग बारी की बदौलत कले की दीवार भी एक मकाम से टूट चुकी थी. അതുകൊണ്ട് തന്നെ മിഞ്ചനീക്കിലെ കല്ല് വർഷം കാരണത്താൽ, സംഗ്ബാരിക്ക് ബദൗലത്ത്, അത് കാരണത്താൽ, ആ മിഞ്ചനീക്കിൽ നിന്നുള്ള കല്ല് വർഷിക്കൽ മൂലം
ആ കൊട്ടാരത്തിൻ്റെ കവാടത്തിൻ്റെ ഒരു ഭാഗവും ടൂട്ട് ചുക്കി थी, അതും പൊട്ടിപ്പോയിരുന്നു. राजा दाहिर ने हालात की नज़ाकत का एहसास करते ही शहर का मशरक़ी दरवाज़ा खुलवा दिया और हाथियों की मदद से फ़ौज के लिए रास्ता साफ़ करता हुआ बाहर निकल गया. ദാഹിർ എന്ന രാജാവ്, അവിടുത്തെ രാജാവ്, ഹാലാത്ത് കി നസാക്കത്ത് ക എഹ്സാസ് കർത്തേ ഹി, അവിടുത്തെ ആ ഒരു സങ്കുചിത അവസ്ഥയുടെ സങ്കുചിതത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഹാലാത്ത് കി നസാക്കത്ത്, അവിടുത്തെ ആ സിറ്റുവേഷൻ്റെ സങ്കുചിതത്വം, കോംപ്ലക്സിറ്റി, അവിടുത്തെ സങ്കുചിതമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷെഹർ കാ മഷ്രിഖി ദർവാസ ഖുൽവാ ദിയ, പട്ടണത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കവാടം തുറപ്പിക്കുകയും ഓർ ഹാത്തിയോं की मदद से, ആനകളുടെ സഹായത്താൽ ഫൗജ് കെ ലിയെ രാസ്ത സോഫ് കർത്താ ഹുവ, ആനയുടെ സഹായത്താൽ പിന്നാലെ വരുന്ന സൈന്യത്തിന് വഴി തെളിയിച്ചുകൊണ്ട് ബാഹർ നിക്കൽ ഗയ, പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. മുസൽമാൻ ഷഹർ പനാഹ് കെ ചാറോ തറഫ് മുൻഖസിം ഹോനെ കി വജഹ സെ, മുസ്ലിമീങ്ങൾ ആ ചുറ്റുമതിലിൻ്റെ 4 ഭാഗത്തും പരന്ന് മുൻഖസിം ഹോനെ ചിതറിക്കിടക്കുന്നത് കാരണത്താൽ ദർവാസെ പർ മുഅസ്സിർ മുസാഹമത് ന കർ സക്കെ, ആ മശരിഖി ഭാഗത്തുള്ള കിഴക്കേ ഭാഗത്തുള്ള കവാടത്തിങ്ങൾ മുഅസ്സിർ, വളരെ നല്ല കാര്യമായ വേണ്ടത്ര അഥവാ സ്വാധീനം ചെലുത്തും വിധം, സ്വാധീനമുണ്ടാക്കും വിധം, ഒരു അസറുണ്ടാക്കും വിധം ഒരു മുസാഹമത്ത്, ഒരു മാർച്ച് അവിടെ ന കർ സക്കെ, അവർക്ക് നടത്താൻ സാധിച്ചില്ല. അങ്ങനെ हाथी मशरक़ी दरवाज़े के सामने से इन मोर्चे तोड़ते हुए आगे निकल गए और उनके पीछे राजा की 30,000 फौज लड़ती भड़ती निकल गई. അങ്ങനെ ഹാത്തി, ആനകൾ മഷ്രിഖി ദർവാസയ്ക്ക് സാമനെ സെ, കിഴക്കേ ഭാഗത്തുള്ള കവാടത്തിൻ്റെ മുന്നിൽ നിന്ന്, ഇൻ മൂർച്ചെ തോടുത്തേ ഹുയെ, ആ കിടങ്ങുകൾ മുറിച്ചു കടന്നുകൊണ്ട്, ഇൻ മൂർച്ചെ തോടുത്തേ ഹുയെ ആകെ നിക്കൽ ഗയെ, അവിടുത്തെ ആ കിടങ്ങുകൾ, മൂർച്ച എന്ന് പറഞ്ഞാൽ കിടങ്ങുകൾ മുറിച്ചു കടന്നുകൊണ്ട് അവർ മുന്നോട്ട് ഗമിച്ചു. ഓർ ഉൻകെ പീछे, അങ്ങനെ ആ ആനകൾക്ക് പിന്നാലെയായിട്ട് രാജാക്ക് 30,000 ഫൗജ്, രാജാവിൻ്റെ 3000 സൈന്യം ലടുത്തി ഭടുത്തി നിക്കൽ ഗയി, ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. मोहम्मद बिन कासिम की फ़ौज ने चारों तरफ से सिमट कर दरवाज़े पर हमला कर दिया और बाकी सिपाहियों के रास्ते में मजबूत सफ़ें खड़ी कर दी. उन्होंने राजा की मोहब्बत से ज़्यादा अपने अंजाम से खौफ ज़दा होकर बाहर निकलने का रास्ता साफ़ करने के लिए चंद ज़ोरदार हमले किए, लेकिन मुसलमानों ने आन की आन में दरवाज़े के सामने लाशों की ढेर लगा दिए और वो बदल होकर पीछे हटे और मुसलमानों की फ़ौज पानी के एक ज़बरदस्त रीले की तरह शहर के अंदर दाखिल हो गई. അങ്ങനെ ഇനി മുസ്ലിമീങ്ങൾ അവരോട് പോരാടിക്കൊണ്ട് വിജയിക്കുന്ന ഒരു രംഗമാണ് ഇനി പറയാനുള്ളത്. മുഹമ്മദ് ബിൻ കാസിം കി ഫൗജിനെ, മുഹമ്മദ് ബിൻ കാസിമിൻ്റെ സൈന്യം ചാറോം തറഫ് സെ സിമട്ട് കർ, 4 ഭാഗത്തു നിന്നും ഒരുമിച്ച് കൂടിയിട്ട്, സിമട്ട് കർണ എന്ന് പറഞ്ഞാൽ ഒരു ജമാ ഹോന എന്നർത്ഥം, സിമട്ന എന്ന് പറഞ്ഞാൽ ജമാ ഹോന, സിമട്ട് കർ ഒരുമിച്ച് കൂടിക്കൊണ്ട് 4 ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങൾ ദർവാസെ പർ ഹംല കർ ദിയെ, ആ മഷ്രിഖി ദർവാസയുടെ മേൽ, ആ കിഴക്കേ ഭാഗത്തുള്ള കവാടത്തിന്മേൽ അതിലൂടെ അക്രമം നടത്തുകയും ചെയ്തു. ഓർ ബാക്കി സിപ്പാഹിയോं के रास्ते में, മറ്റുള്ള പട്ടാളക്കാരുടെ വഴിയിൽ മസ്ബൂത്ത് സഫേൻ ഖടി കർ ദി, അങ്ങനെ ബാക്കി മറ്റുള്ള പട്ടാളക്കാരുടെ വഴിയിലും നല്ല ഉറപ്പുള്ള ഒരിക്കലും മുറിയാത്ത സൊഫുകളായിട്ട് അവിടെ നിർത്തുകയും ചെയ്തു.
ഉൻഹോനെ രാജാ കി മുഹബ്ബത്ത് സെ സിയാദ, ആ പട്ടാളക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? രാജാവിനോടുള്ള സ്നേഹത്തിലധികം അപ്നെ അഞ്ചാം സെ ഖൗഫ് സദാ ഹോക്കർ, തൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നത് പേടിച്ചുകൊണ്ട്, ഖൗഫ് സദാ ഹോക്കർ പേടിച്ചുകൊണ്ട്, ഖൗഫ് സദാ ഹോക്കർ ബാഹർ നിക്കൽനെ കാ രാസ്ത സോഫ് കർനെ കെ ലിയെ, പുറത്തേക്കുള്ള വഴി സോഫ് കർനെ കെ ലിയെ, അത് തെളിയിക്കാൻ വേണ്ടി ചന്ദ് ജോർദാർ ഹംലെ കിയെ, അവർക്ക് പുറത്തു ചാടാനുള്ള, രക്ഷപ്പെടുവാനുള്ള വഴി തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില ശക്തമായ ഹംലെ കിയെ, യുദ്ധം നടത്തി. പക്ഷേ മുസൽമാനോ കി ഫൗജ്, പക്ഷേ അന്നേരം മുസ്ലിമീങ്ങളുടെ സൈന്യം പാനിക്ക്, മുസൽമാനോനെ, പക്ഷേ മുസ്ലിമീങ്ങൾ ആൻ കി ആൻമേ എഴുതി വെച്ചോളിയ വാക്കൊക്കെ, വക്തം ഫവക്തൻ, സമയാസമയം, ദർവാസയ്ക്ക് സാമനെ, അല്ലെങ്കിൽ ആൻ കി ആൻമേ വക്തം ഫവക്തൻ, അടിക്കടി എന്നാണ് അർത്ഥം. ആൻ കി ആൻമേ ദർവാസയ്ക്ക് സാമനെ, അങ്ങനെ അടിക്കടി അല്ലെങ്കിൽ ഞൊടിയിടയിൽ തന്നെ, ദർവാസയ്ക്ക് സാമനെ, ആ കവാടത്തിന് മുന്നിൽ, ലാഷോം കി ഢേർ ലഗാതിയെ, മയ്യത്തുകളുടെ, ശവങ്ങളുടെ ഒരു കുന്നു തന്നെ ആക്കി വെച്ചു. ആ കവാടത്തിങ്കൽ മയ്യത്തുകളുടെ ഒരു കുന്നു തന്നെ, ഒരു കൂമ്പാരം തന്നെ അവർ ഉണ്ടാക്കി വെച്ചു. ഒരു വട്ടം കൂടെ, മുസൽമാനോനെ, പക്ഷേ മുസ്ലിമീങ്ങൾ ആൻ കി ആൻമേ വക്തം ഫവക്തൻ, അഥവാ വളരെ പെട്ടെന്ന് തന്നെ, ഞൊടിയിടയിൽ തന്നെ, ദർവാസയ്ക്ക് സാമനെ, ആ കവാടത്തിന് മുന്നിൽ, ലാഷോം കെ ഢീർ ലഗാതിയെ, ശവങ്ങളുടെ ഒരു കുന്നു തന്നെ, ഒരു കൂമ്പാരം തന്നെ അവർ കൂട്ടിവെച്ചു. വോ ബദൽ ഹോക്കർ പീച്ചെ ഹട്ടെ, അവർ മാറിക്കൊണ്ട് പിന്നോട്ടടിച്ചു. അവർ മുസൽമാനോ കി ഫൗജ്, അവർ പിൻവാങ്ങിക്കൊണ്ട് പിന്നോട്ട് പോയി. അങ്ങനെ അവർ മുസൽമാനോ കി ഫൗജ്, അവർ പിന്നോട്ടടിച്ചതോടുകൂടെ, അവർ പിന്തിരിഞ്ഞോടിയതോടുകൂടെ, മുസൽമാനോ കി ഫൗജ്, മുസ്ലിമീങ്ങളുടെ സൈന്യം, പാനിക്ക് എക് ജബർദസ്ത് റീലേ കി തറ, വെള്ളത്തിൻ്റെ ശക്തമായ പാച്ചിൽ പോലെ, അഥവാ മലവെള്ളപ്പാച്ചിൽ പോലെ, മുസൽമാനോ കി ഫൗജ് പാനിക്ക് എക് ജബർദസ്ത് റീലേ കി തറ, ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ, ഷെഹർ കെ അന്തർ ദാഖിൽ ഹോ ഗയി, ആ പട്ടണത്തിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ചെയ്തു. ഇത്തിനി ദേർ മേ, ഇത്രയും സമയത്തിനുള്ളിൽ, കൈ ദസ്തേ മുഖ്തലിഫ് രാസ്തോൻ സെ ഷെഹർ പനാഹ് കെ അന്തർ ദാഖിൽ ഹോ ചുക്കേ ഥേ, ഇത്രയും സമയത്തിനുള്ളിൽ ധാരാളം പട്ടാള സംഘങ്ങൾ, ദസ്തേ എന്ന് പറഞ്ഞാൽ പട്ടാളക്കൂട്ടങ്ങൾ, പട്ടാള സംഘങ്ങൾ, ഷെഹർ പനാഹ് കെ അന്തർ ദാഖിൽ ഹോ ചുക്കേ ഥേ, ആ പട്ടണത്തിൻ്റെ ചുറ്റുമതിലിന് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. രാജാക്ക് ബച്ചി കച്ചി ഫൗജിനെ, അങ്ങനെ രാജാവിൻ്റെ വളരെ കുറച്ചു മാത്രം അവശേഷിക്കുന്ന, ബച്ചി കച്ചി അവശേഷിക്കുന്ന, ബാക്കിയായി കിടക്കുന്ന ഫൗജിനെ, അവിടുത്തെ സൈന്യം, ചാറോ അത്രാഫ് സെ, 4 ഭാഗങ്ങളിൽ നിന്നും, അള്ളാഹു അക്ബർ കെ നേരെ സുൻകർ, അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം കേട്ടിട്ട്, ഹത്തിയാർ ഡാൽ ദിയെ, അവർ തൻ്റെ ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ അടുത്ത ഭാഗം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ആ അക്രമം നടന്നതും ആ അക്രമത്തിൽ അവസാനം വിജയിക്കുന്നതും. അങ്ങനെ मोहम्मद बिन कासिम ने अपनी फ़ौज के साथ दबील के गवर्नर के महल में सुबह की नमाज अदा की और तुलुए आफ्ताब के वक्त दबील के दहशत ज़दा बाशिंदे अपने मकानों की छतों पर खड़े होकर फ़ातिह अफवाज के 17 साला सिपा सालार का जुलूस देख रहे थे। कला की फ़तह के बाद मोहम्मद बिन कासिम ने जिन असीरान जंग को आज़ाद किया था और जिन ज़ख्मियों की मरहम पट्टी की थी, वो आवाम को हिंदुस्तान में एक नए देवदा की आमद का
पैगाम दे चुके थे। उनकी नौजवानी शजाअत अफ़्व और रहम के मुतालिक ऐसी दास्तानें मशहूर हो चुकी थीं जिनकी सदाकत पर इस्तिबदादी हुकूमत के सताए हुए अवाम एतबार करने को तैयार न थे। गुज़िस्ता चंद दिनों में दबील के शहरों को राजा की फ़ौज के सिपाही सख्त अज़ियतें दे चुके थे। दबील में राजा की फ़ौजों की आमद के बाद उनके घर अपने घर न थे। सिपाही रात के वक्त शराब के नशे में बदमस्त होकर लोगों के घरों में आ घुसते और लौट मार कर निकल जाते। सुबह के वक्त शर्म और हया की देवियाँ फटे हुए फेरहुन और बिखरे हुए बालों के साथ बाज़ारों में गुश्त लगाने वाले ऑफिसरों को अपनी मज़लूमियत के किस्से सुनाते हैं, लेकिन उन्हें शर्मनाक कहकों के सिवा कोई जवाब न मिलता। नोकू മുഹമ്മദ് ബിൻ കാസിം തൻ്റെ ഫൗജ് के साथ തൻ്റെ സൈന്യവുമായിട്ട് ദബീൽ के ഗവർണർ के महल में ദബീലിൻ്റെ ഗവർണറിൻ്റെ കൊട്ടാരത്തിൽ സുബഹ് की നമാസ് അദാക്കി സുബഹി നിസ്കാരം നിർവഹിച്ചു. और തുലൂए ആഫ്താബ് के वक्त സൂര്യൻ ഉദിക്കുന്ന ഉദയസമയത്ത് ദബീൽ के ദഹ്ശത് സദ ബാഷിന്ദെ ദബീലിലെ പേടിച്ചു നിൽക്കുന്ന ഭയങ്കരമായിട്ട് പേടിച്ചു നിൽക്കുന്ന അവിടുത്തെ നിവാസികൾ നിവാസികൾ അപ്നെ മക്കാനോ കി ഛത്തോं पर തൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ ഖടേ ഹുയെ മേൽക്കൂരയിൽ കയറി നിന്നിട്ട് ഫാത്തിഹെ അഫ്വാജ് കെ ആ സൈന്യങ്ങളെ കീഴടക്കിയ 17 സാല വെറും 17 വയസ്സ് മാത്രമുള്ള സിപാ സാലാർ കാ ജുലൂസ് ആ സൈന്യത്തിൻ്റെ നേതാവിൻ്റെ ഇരുത്തം കണ്ടിട്ട് സിപാ സാലാർ കാ ജുലൂസ് ദേഖ് കർ ആ സൈന്യത്തിൻ്റെ നേതാവിൻ്റെ ഇരുത്തം കണ്ടിട്ട് ജുലൂസ് ദേഖ് രഹേ थे ആ സൈന്യ നേതാവിൻ്റെ അധിപൻ്റെ ഇരുത്തം നോക്കി നിൽക്കുകയായിരുന്നു ജനങ്ങൾ. किला की फतह के बाद आ कोट कीഴടക്കിയ ശേഷം മുഹമ്മദ് ബിൻ കാസിം ने जिन असीरा ने जंग को आज़ाद किया था മുഹമ്മദ് ബിൻ കാസിം ഏതൊക്കെ ആ യുദ്ധത്തിലെ തടവുകാരെയാണോ സ്വതന്ത്രനാക്കിയത് जिन ज़ख्मियों की मरहम पट्टी की थी ആ യുദ്ധത്തിലെ ഏതൊക്കെ പരിക്കേറ്റവർക്കാണോ പരിക്കേറ്റവർക്ക് മർഹം പട്ടി की थी മുറിവ് കെട്ടിക്കൊടുത്തിരുന്നു वो अवाम को അതെല്ലാം പൊതുജനങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ മേ ആ സംഗതികളെല്ലാം അത്തരത്തിലുള്ള കരുണാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം वो अवाम को हिंदुस्तान में एक नए दावदा की आमद का पैगाम दे चुके थे. ഇതെല്ലാം പൊതുജനങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു പുതിയ ദേവത ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന സന്ദേശമാണ് നൽകിയത്. ഉസ്കി നൗജവാനി അദ്ദേഹത്തിൻ്റെ ആ ഒരു യുവത്വം, ഷജാഅത്ത് ധീരത, അഫ്വ और റഹം അതുപോലെ വിട്ടുവീഴ്ചയും കരുണയും റഹം के മുതാലിക് ഇതുമായി ബന്ധപ്പെട്ട ഐസി ദാസ്താനെ മഷ്ഹൂർ ഹോ ചുക്കി थी ഇത്തരത്തിലുള്ള കഥകളെല്ലാം അവിടെ പ്രസിദ്ധമായി തീർന്നിരുന്നു. ജിൻകി സദാഖത്ത് പർ അതിൻ്റെ സത്യസന്ധതയുടെ മേൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത മൂലം ഇസ്തിബ്ദാദി ഹുക്കൂമത്ത് ഓട്ടോക്രാറ്റായിരിക്കുന്ന അഥവാ സ്വേച്ഛാധിപതിയായിരിക്കുന്ന ഗവൺമെൻറ്റിനാൽ സതായെ ഹുയെ ആക്രമിക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട അവാം പൊതുജനങ്ങൾ എയ്തിബാർ കർണേക്കോ തയ്യാർ ന ഥേ. ഈ കഥകളൊന്നും ഒരു പുതിയ ദേവത ഇതാ കടന്നു വരാനിരിക്കുന്നു, ഇത്തരത്തിലുള്ള കഥകളൊന്നും പൊതുജനങ്ങൾക്ക് മുമ്പ് വന്ന ഗവൺമെൻറ്റിനാൽ ക്രൂശിക്കപ്പെട്ട ജനങ്ങൾക്ക് അതൊന്നും പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഗുസിസ്താച്ചന്ദിനോമെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ദബീൽ കെ ഷെഹരിയോങ്കോ ദബീലിലെ നിവാസികൾക്ക് സിറ്റിസൺസ് രാജാ കി ഫൗജ് കെ സിപ്പാഹി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ദബീലിലെ പട്ടണവാസികൾക്ക് രാജാവിൻ്റെ സൈന്യത്തിലെ പട്ടാളക്കാർ സഖ്ത് അസിയത്തേൻ തേച്ചുക്കേത്തെ ആ ദബീലുകാരെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു. അസിയത്തേൻ തേച്ചുക്കേത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു അവിടുത്തെ നിവാസികൾക്ക്. എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ? ദബീൽ മേ രാജാ കി ഫൗജോं की ആമദ് കെ ബാദ്, ദബീലിൽ രാജാവിൻ്റെ സൈന്യം കടന്നു വന്നതോടുകൂടെ ഉൻകെ ഘർ അപ്നെ ഘർ ന ഥേ, അവിടെയുണ്ടായിരുന്ന നിവാസികളുടെ വീടൊന്നും തൻ്റേതായിരുന്നില്ല. സിപ്പാഹി രാത് കെ വക്ത് ഷറാബ് കെ നഷേമേ, പട്ടാളക്കാർ രാത്രി സമയത്ത് ഷറാബ് കെ നഷേമേ, കള്ളിൻ്റെ ഉന്മാദത്തിൽ, ബദ്മസ്ത് ഹോക്കർ, അതിൽ ഉന്മാദരായിക്കൊണ്ട്, ലോകോं के घरों में, അതിൽ ബോധരഹിതരായിക്കൊണ്ട്, മസ്തായിക്കൊണ്ട്, ലോകോं के घरों में, ജനങ്ങളുടെ വീട്ടിൽ, ആ ഘുസ്തെ വീട്ടിലേക്ക് വന്ന് ഒളിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി ലോട്ട് മാർക്കർക്ക്, ആ ഘുസ്തത്തെ ഇൻട്രൂഡ് എന്നാണ് അർത്ഥം, ഘുസ്ന എന്ന് പറഞ്ഞാൽ, ഓർ ലോട്ട് മാർക്കർക്ക്, അങ്ങനെ വീട്ട് കൊള്ളയടിച്ചുകൊണ്ട് നിക്കൽ ജാത്തെ, അവർ പുറത്തു പോകുമായിരുന്നു. സുബഹ് കെ വക്ത്, പ്രഭാത സമയത്ത്, ശർമോ ഹയാക്കി ദേവിയ, ലജ്ജയുടെയും നാണത്തിൻ്റെയും ദേവതകൾ, ഫട്ടേ ഹുയെ പേർ ഹുൻ, കീറിപ്പറിഞ്ഞ വസ്ത്രവുമായിട്ട്, ഓർ ബിഖ്രേ ഹുയെ ബാലോं के साथ, ചിതറിക്കിടക്കുന്ന മുടികളുമായി, ബാസാറോമേ, അങ്ങാടികളിൽ, ഗുസ്ത് ലഗാനെ വാലെ ആഫീസറോങ്കോ, അവിടെ ഗുസ്ത് ലഗാനെ വാലെ, അവിടെ ചക്കർ ലഗാനെ വാലെ, അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓഫീസർമാരോട്, അപ്നി മസ്ലൂമിയത് കെ ഖിസ്സെ, തൻ്റെ ക്രൂരതകളുടെ കഥകൾ, സുനാത്തെ, അവർ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്. ലേക്കിൻ ഉന്നെ ശർംന കഹോं के सिवा, വളരെ ലജ്ജയോടുകൂടെയുള്ള പരിഹസിച്ചുകൊണ്ടുള്ള പൊട്ടിച്ചിരിയല്ലാതെ കോയി ജവാബ് ന മിൽത്ത, മറ്റൊരു മറുപടിയും അവർക്ക് ലഭിക്കുമായിരുന്നില്ല. अपने राजा की फ़ौज का ये सलूक देखकर दबील के बाशिंदे मोहम्मद बिन कासिम के अफ़्व व रहम के मुतालिक कई दास्तानें सुनने के बावजूद फ़ातिह लश्कर से नेक सलूक की तवक्को रखने के लिए तैयार न थे. लेकिन जब मोहम्मद बिन कासिम की फ़ौज अपने सालार की तरह निगाहें नीचे किए दबील के एक बाज़ार से गुज़र रही थी, उनके शुबहात आहिस्ता आहिस्ता दूर होने लगे और मर्दों के अलावा औरतें भी मकानों की छतों पर चढ़कर खड़ी हो गईं. जब मोहम्मद बिन कासिम शहर का चक्कर लगाने के बाद दोबारा महल के करीब पहुंचा, एक नौजवान लड़की ने भागकर उस घोड़े की लगाम पकड़ ली और होंठ भेजते हुए मोहम्मद बिन कासिम की तरफ मुल्तजी निगाहों से देखने लगी. उसके बाल बिखरे हुए थे, खूबसूरत चेहरे पर खर्राशों के निशान थे, आंखें गम गुस्से के बायस सुर्ख थीं. मोहम्मद बिन कासिम को वो गुलाब के एक ऐसे फूल से मुशाबिह नज़र आई जिसे किसी के बेरहम हाथों ने मसल डाला हो. അങ്ങനെ കഥ ഇങ്ങനെ നീണ്ടു പോവാണ്, കഥ തീർന്നിട്ടില്ല. അങ്ങനെ അപ്പനെ രാജാ കി ഫൗജ്, തൻ്റെ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ യേ സുലൂക്ക്, ഫൗജ് കാ യേ സുലൂക്ക്, ഈ ഒരു പെരുമാറ്റം ദേഖ് കർ, കണ്ടിട്ട്, ദബീൽ കെ ബാഷിന്ദെ, ദബീലിലെ നിവാസികൾ, മുഹമ്മദ് ബിൻ കാസിം കെ അഫ്വ റഹം കെ മുതാലിക്ക്, മുഹമ്മദ് ബിൻ കാസിമിൻ്റെ കരുണയുടെയും അതുപോലെ വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട കൈ ദാസ്താനിൻ സുന്നയ്ക്ക് ബാവജൂദ്, ധാരാളം കഥകൾ കേൾക്കുന്നതോട് കൂടെ തന്നെ ഫാത്തിഹ ലഷ്കർസെ, ആ സൈന്യാധിപനിൽ നിന്ന്, ഫാത്തിഹ ലഷ്കർസെ, സൈന്യാധിപനിൽ നിന്ന്, സൈന്യം കീഴടക്കിയവനിൽ നിന്ന്, നേക് സുലൂക്കി തവക്ക് രഖ്നെ കെ ലിയെ, അവരിൽ നിന്ന്, ഈ സൈന്യങ്ങളെ കീഴടക്കിയ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു നല്ല സ്വഭാവം തവക്കോ രഖ്നെ കെ ലിയെ പ്രതീക്ഷിക്കുവാൻ തയ്യാർ ന ഥേ, അവർ തയ്യാറായിരുന്നില്ല. ലേക്കിൻ പക്ഷേ ജബ് മുഹമ്മദ് ബിൻ കാസിം കി ഫൗജ്, പക്ഷേ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ സൈന്യം അപ്നെ സാലാർ കി തറ, തൻ്റെ സൈന്യത്തിൻ്റെ പോലെ
തൻ്റെ മറ്റു എല്ലാ സൈന്യങ്ങളുടെയും പോലെ നിഗാഹെ നീച്ചെ കിയെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ദബീൽ കെ ഏക് ബാസാർ സെ ഗുസർ രഹി തി ദബീലിൻ്റെ അങ്ങാടിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉൻകെ ശുബഹാത്ത് അത് കണ്ടതോടുകൂടെ അവരുടെ അവ്യക്തതകളെല്ലാം ശുബഹാത്ത് ആഹിസ്ത ദൂർ ഹോനെ ലഗെ അതെല്ലാം മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങി. ഓർ മർദോം കെ അലാവ ഔറത്തേം ഭി അതുപോലെ പുരുഷന്മാർക്ക് പുറമെ സ്ത്രീകളും മകാനോം കി ഛത്തോം പർ ചढ़कर കൊട്ടാരത്തിൻ്റെ സ്വന്തം വീടിൻ്റെ മേൽക്കൂരയിൽ കയറിക്കൊണ്ട് ഖടി ഹോകയും നിൽക്കുകയും ചെയ്തു. ജബ് മുഹമ്മദ് ബിൻ ഖാസിം ഷഹർ കാ ചക്കർ ലഗാനെ കെ ബാദ് മുഹമ്മദ് ബിൻ ഖാസിം ആ പട്ടണം ചുറ്റിക്കറങ്ങിക്കൊണ്ട് ദോബാര മുഹൽ കെ കരീബ് പഹുഞ്ച ആ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് രണ്ടാമത് തിരിച്ചെത്തിയത് എപ്പോഴാണോ അന്നേരം ഏക് നോജവാൻ ലടുക്കി ഒരു യുവതിയായ ഒരു സ്ത്രീ ഭാഗ്കർ ഓടിക്കൊണ്ട് ഉസ് ഘോടേക്ക് ലഗാം പകഡ്ലി അദ്ദേഹത്തിൻ്റെ കുതിരയുടെ മൂക്കുകയർ പിടിച്ചു. ഓർ ഹോണ്ട് ഭീഞ്ചത്തെ ഹുയെ മുഹമ്മദ് ബിൻ ഖാസിം की तरफ മുൽത്തജി നിഗാഹോं से देखने लगी. അങ്ങനെ തൻ്റെ ചുണ്ടുകൾക്ക് ഭേജ്ന എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുക എന്നർത്ഥം, ആശ്ലേഷിച്ചുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ ഖാസിം की तरफ മുഹമ്മദ് ബിൻ ഖാസിമിനെ അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിമിനെ മുൽത്തജി നിഗാഹോं से देखने लगी. എന്തോ അപേക്ഷിക്കുന്ന, എന്തോ തേടുന്ന കണ്ണുകളുമായിട്ട് മുഹമ്മദ് ബിൻ ഖാസിമിനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്താണ് ആ സ്ത്രീ പറയുന്നത്? ഉസ്കെ ബാൽ ബിഖറേ ഹുയേ തെ അവളുടെ മുടികളെല്ലാം ചിതറിക്കിടക്കുകയായിരുന്നു. ഖൂബ്സൂറത്ത് ചെഹ്റേ പർ അവളുടെ സുന്ദരമായ മുഖത്ത് ഖറാഷോं के നിശാൻ തെ മാന്തിയ ആ ഒരു കുറേ മാന്തലുകളുടെ അടയാളങ്ങൾ കാണാമായിരുന്നു. ആംഖേ ഗമ്മോ ഗുസ്സേ കെ ബായസ് കണ്ണുകൾ ദുഃഖത്താലും ദേഷ്യത്താലും സുർഖത്തി കണ്ണുകൾ ചുവന്നുപോയിരുന്നു. ആംഖേ ഗമ്മോ ഗുസ്സേ കെ ബായസ് അത് കാരണത്താൽ, ദുഃഖത്താലും ദേഷ്യം കാരണത്താലും സുർഖത്തി ചുവന്നു പോയിരുന്നു. മുഹമ്മദ് ബിൻ ഖാസിമിന് വോ ഗുലാബ് കെ ഏക് ഐസെ ഫൂൽ സെ മുഷാബിഹ് നസർ ആയി അവളെ കണ്ടിട്ട് ഇങ്ങനെ തോന്നി, എങ്ങനെ ഏക് ഐസെ ഫൂൽ സെ മുഷാബിഹ് നസർ ആയി ഒരു പൂവ് പോലെ സാദൃശ്യമായി തോന്നി. ജിസെ കിസി കെ ബേറഹം ഹാത്തോനെ ആ പൂവിനെ ആരുടെയോ ബേറഹം ഹാത്തോനെ കരുണയില്ലാത്ത കരങ്ങൾ മസിൽ ഡാലാഹോ അതിനെ പിടിച്ചമർത്തിയിട്ടുണ്ട്. ആ സുന്ദരമായ പൂവിനെ പിടിച്ച് ആരുടെയോ കരങ്ങൾ പിടിച്ചമർത്തിയിട്ടുണ്ട് എന്ന് തോന്നിപ്പിച്ചു പോയി. ഉസ്നെ തർജുമാൻ കി വസാതത് സെ കഹാ മുഹമ്മദ് ബിൻ ഖാസിം ട്രാൻസ്ലേറ്റർ മുഖേന പറഞ്ഞു, ഖാത്തൂൻ പെണ്ണെ, അഗർ യേ മേരെ കിസി സിപാഹി കാ ഫേൽ ഹെ ഇത് എൻ്റെ വല്ല സൈന്യത്തിൻ്റെയും, അഥവാ ആ പെണ്ണിനെ ആരോ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ പെണ്ണിന് പറയാനുള്ളത്. അപ്പോൾ തിരിച്ചു പറയാണ്, ഖാത്തൂൻ പെണ്ണെ, അഗർ യേ മേരെ കിസി സിപാഹി കാ ഫേൽ ഹെ ഇത് ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ പ്രവൃത്തിയാണെങ്കിൽ തോ മൈ ഉസേ തുമാരി ആംഖോं കെ സാമനെ ഖത്ൽ കരൂംഗ ഞാൻ അവനെ നിൻ്റെ കൺമുന്നിൽ വെച്ച് കൊല ചെയ്യുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ അന്നേരം ആ പെണ്ണിൻ്റെ മറുപടി എന്തായിരിക്കും? അവരുടെ പട്ടാളക്കാരാണോ കൊന്നത്, അല്ല മറ്റാരെങ്കിലുമാണോ? ഇനി എന്ത് സംഭവിക്കുമെന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.